ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. 145 സങ്കീർത്തനം 16 തിരുലിഖിതം. കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. 107 സങ്കീർത്തനത്തിൽ 20 തിരുലിഖിതം. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനങ്ങൾ ഇന്നും യാഥാർത്ഥ്യങ്ങളാണ്. ഒരു കുടുംബത്തിന്റെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് ജോഷി, സ്ഥലം ആലപ്പുഴ. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. എനിക്ക് 2 പെൺപിള്ളേരാണ് ഉള്ളത്. എൻ്റെ ഇളയ മകൾ മെറീനയ്ക്ക് 8 വയസ്സുണ്ട്. അവൾക്ക് 4 മാസത്തിന് മേളിലായി മൂത്രം അറിയാതെ പോവുകയാണ്. ഇതിനു മുൻപ് ഇങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ഒത്തിരി ഡോക്ടർമാരെ കണ്ടു, സ്കാനിങ്ങും ടെസ്റ്റുകളും ഒത്തിരി ചെയ്തിട്ട് 4-5 മെയിൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവർ സ്കാനിങ്ങും ടെസ്റ്റുകളും ചെയ്തിട്ട് ഡോക്ടർമാർക്ക് പോലും ഈ അസുഖം എന്തുവാന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഈ അസുഖമായിട്ട് എത്ര നാള് കുട്ടി സഹിച്ചായിരുന്നു? 5 മാസത്തിന് ഒരു 4-5 മാസമായിട്ട് ഈ കുട്ടി ഈ ഒരു വിഷമത്തിലായിരുന്നു. ഇവരതുകൊണ്ട് ഈ കുട്ടിയുമായിട്ട് ഹോസ്പിറ്റൽ പലതും കയറിറങ്ങി, ആലപ്പുഴ, എറണാകുളം, അങ്ങനെ പല സ്ഥലത്തും. എന്നിട്ടൊന്നും ഈ രോഗത്തിന് സൗകര്യം, മൂത്രം അറിയാതെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ കുട്ടി സ്കൂളിൽ പോകാനായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് ഈ കാലുവഴി മൂത്രം എങ്ങനെ അറിയാതെ പോകുമായിരുന്നു. കാലുവഴി മൂത്രം ഇങ്ങനെ ഒഴുകി ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കുട്ടിയുടെ സ്ഥിതി. എത്രയോ ആ കുട്ടി മാനസികമായി വിഷമം സഹിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അപ്പം ഞങ്ങൾക്ക് മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായി. ഞങ്ങൾ പാമ്പർ മേടിച്ച് വെക്കും. എല്ലാ അപ്പന്മാരും വൈകിട്ട് ജോലി കഴിഞ്ഞ് വരും, പിള്ളേർക്ക് ഓരോ പൊതി കൊണ്ടുവന്നത് വരും. പക്ഷെ ഞാൻ കൊണ്ടുവരുന്നത് ഒരു പാമ്പറാണ് എന്ന് വൈകിട്ട് മേടിച്ചോണ്ട് വരുന്നോണ്ടിരിക്കുന്നത്. എല്ലാ ആളുകളും ജോലിക്ക് പോയിട്ട് വരുമ്പോഴേ വല്ല പരിപ്പോടയോ ബോണ്ടയോ മേടിച്ചോണ്ട് വരുമ്പോൾ ഈ കുടുംബനാഥന്റെ വേദനകൾ ചിന്തിച്ചു നോക്ക്. രാവിലെ മുതൽ പകലന്തിയോളം ഓട്ടോ ഓടിച്ച് വരുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഒരു കെട്ട് പാമ്പർ മേടിച്ചോണ്ട് ഈ കുട്ടി ഈ അപ്പൻ വീട്ടിലേക്ക് അത്രയും ഈ കുടുംബം വേദനിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തീഷ്ണതയോട് പ്രാർത്ഥിച്ച് വിഷമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സേവർക്കാൻ അച്ഛൻ്റെ ധ്യാനം, അഭിഷേകാഗ്നി ധ്യാനം ആലപ്പുഴ പൂങ്കാവ് പള്ളിയിൽ നടക്കുന്ന കണ്ടത്. അത് എപ്പോഴായിരുന്നു ആ ധ്യാനം? 2012 ജനുവരി 28-നായിരുന്നു തുടങ്ങി. 2012 ജനുവരി മാസത്തിൽ അവസാനത്തെ 5 ദിവസങ്ങൾ, 28 തുടങ്ങി ഫെബ്രുവരി 2 വരെ. അങ്ങനെ അവിടെ അഭിഷേകാഗ്നി കൺവെൻഷൻ പൂങ്കാവ് പള്ളിയിൽ ഗംഭീരമായിട്ട് കർത്താവ് അങ്ങോട്ട് ഒരുക്കി. ഞങ്ങള് ധ്യാനം കൂടി 3-ാമത്തെ ദിവസം. അപ്പൊ ധ്യാനത്തിന് വരുമ്പോഴും ഈ രോഗം ഉണ്ടായിരുന്നു അല്ലെ? വരുമ്പോഴും പാമ്പർ വെച്ചോണ്ട് ആ ഗ്രൗണ്ടിൽ ഇരിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് രാത്രി പകൽ വ്യത്യാസമില്ലാതെ കുടുംബം വേദനയ്ക്ക്, കുട്ടി വിഷമിക്കുകയാണ്. ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത്, വളരെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, വളരെ ഡോക്ടർമാരെ കാണിച്ചിട്ടും രോഗം ഭേദമാകാതെ വിഷമിക്കുന്ന ഒരു കുടുംബത്തിലോട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി വർഷിച്ച് ആ കൊച്ചിന് സൗഖ്യം കൊടുക്കുന്നതായിട്ട് അച്ഛൻ വിളിച്ചു പറഞ്ഞു. ഒരു സന്ദേശം സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ അനൗൺസ് ചെയ്തു, ഇതാ ഇപ്പോൾ ഒരു കുട്ടിയെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തുന്നു, എത്ര ഡോക്ടർമാരെ കാണിച്ചിട്ട് സൗഖ്യം കിട്ടാത്ത രോഗമാണ്, ഇതാ കർത്താവ് എടുത്തു മാറ്റുന്നു എന്നൊരു മെസ്സേജ് സ്റ്റേജിൽ അനൗൺസ്മെന്റ് കർത്താവ് സ്റ്റേജിൽ തന്നു. അത് മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്തു. അത് ഇവർ കേട്ട് അപ്പൊ ഞങ്ങൾ തീഷ്ണയോട് കരഞ്ഞ് പ്രാർത്ഥിച്ച്, ഞാനും കുടുംബം കരഞ്ഞ് പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ഈ വചനം കേട്ട് ഞങ്ങളോട് എൻ്റെ ഈശോയെ ഞങ്ങളുടെ കുഞ്ഞിനെ ആയിരിക്കും അത് സ്പർശിച്ചതെന്ന് ഞങ്ങൾക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലായി. മരുഭൂമി മന്ന പൊഴിച്ച ദൈവം പരിശുദ്ധാത്മാവിനെ എന്റെ കുഞ്ഞിന്റെ മേൽ സ്പർശിച്ച് ആ അസുഖം അന്നത്തെ രാത്രി കൊണ്ട് പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്തി. തൽക്ഷണം കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ആ രോഗം വിട്ടുപോയി. പിന്നെ കുട്ടിക്ക് അങ്ങനത്തെ ആ രോഗപീഠയില്ല. കുട്ടി അത്ഭുതകരമായി സൗഖ്യത്തിന് അനുഭവം. പിന്നെ പിറ്റേ ദിവസമൊക്കെ അങ്ങോട്ട് നോർമൽ. അത്ഭുതം എന്ന് പറയട്ടെ. അതിനുശേഷം ഇതുവരെ കുട്ടി സ്കൂളിൽ പോകാനോ മറ്റെവിടെ പോകാനോ പാമ്പർ വെച്ചിട്ടില്ല. അത് പഴയതുപോലെ ബാത്റൂമിൽ പോകും, മൂത്രം ഒഴിക്കും. സാധാരണ ആരോഗ്യമുള്ളൊരു കുട്ടി അങ്ങനെ അതേമാതിരി നോർമലായ അവസ്ഥയിലേക്ക് ശരീരത്തിന്റെ ക്രമീകരണം കർത്താവ് പുനഃസ്ഥാപിച്ച്, അങ്ങനെ പരിശുദ്ധാത്മാവ് വലിയ അത്ഭുതം കർത്താവ് ചൊരിഞ്ഞ് ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. നമുക്ക് ഈ നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബങ്ങൾ, നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവായി യേശുവിന്റെ നാമത്തിലുള്ള ഈ ശുശ്രൂഷകളിൽ പങ്കുചേരാം. പ്രിയപ്പെട്ട കുട്ടികളെ, ബാലികാ ബാലന്മാരെ, വിദ്യാർത്ഥിനികളെ, യുവതീ-യുവാക്കന്മാരെ, അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ അനേക രാജ്യങ്ങളിലിരുന്ന്
അനേക കുടുംബങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് യുവതീവാക്കന്മാരും വിദ്യാർത്ഥിനികളും കുട്ടികളും ബാലന്മാരും ഈ നിമിഷം അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ വലിയ പ്രചാരകരായി വർത്തിക്കുന്ന വലിയൊരു വിഭാഗം ആളുകള് ബാലന്മാരാണ്. ഞാൻ ഓരോ രാജ്യങ്ങളിൽ ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ കുടുംബമായി മാതാപിതാക്കളും മക്കളും വന്ന് ഓരോ അവരുടെ അനുഭവങ്ങൾ പറയണത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ കുട്ടികൾ മാതാപിതാക്കന്മാരെ വിളിച്ച് പല സ്ഥലങ്ങളിൽ ഓടിക്കൂടി കുടുംബത്തിലിരുന്ന് ഒരുമിച്ചിരുന്ന് വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ, ആ പ്രാർത്ഥനയുടെ സമയത്ത് കുട്ടികളെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്ന സംഭവങ്ങൾ അനേക രാജ്യങ്ങളിൽ ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ കുടുംബമായി വന്ന് ഒരുപാട് ദൈവമക്കൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു മണിക്കൂറിൽ കുടുംബങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളുടെ ജീവിതങ്ങളിലേക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കർത്താവ് വർഷിക്കാൻ പോവുകയാണ്. പ്രിയ കുട്ടികളെ, നിങ്ങളിപ്പോൾ കുറച്ചും കൂടെ സ്നേഹത്തോടെ, കുറച്ചും കൂടെ വിശ്വാസത്തോടെ ഈ ശുശ്രൂഷയെ പങ്കുചേരുക. ഒരുപക്ഷെ ചില പ്രത്യേക തരത്തിലുള്ള വിഷമം, സങ്കടം, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒരു വെറുപ്പ്, മാതാപിതാക്കന്മാരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഹൃദയം കല്ലിച്ച അവസ്ഥ, വിശ്വാസം മങ്ങിപ്പോയി, പലതരത്തിലുള്ള ദുർബുദ്ധി അലട്ടുകയാണ്. ഇങ്ങനത്തെ പീഡയിലൂടെ ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോവുകയായിരിക്കാം. വിഷമിക്കരുത്. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെ അറിയുന്നുണ്ട്. ഈ മണിക്കൂറിൽ നിന്നെ സൗഖ്യപ്പെടുത്താൻ കർത്താവിന് പറ്റും. നീ ഇപ്പോൾ അല്പം എളിമപ്പെട്ട് വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. എല്ലാവരും കരങ്ങൾ തുറന്നു പിടിക്കുക. ഇങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. കർത്താവേ, ലോകമെമ്പാടും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ബാലന്മാരെയും വിദ്യാർത്ഥിനികളെയും യുവതീവാക്കന്മാരെയും ഇപ്പോൾ അവിടുന്ന് പരിശുദ്ധാത്മാവിനെ അയച്ച് അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ ശല്യപ്പെടുത്തുന്ന എല്ലാ തിന്മയുടെ ഉപദ്രവങ്ങളെയും അന്ധകാര സേനകളെയും അവിടുന്ന് തകർക്കണമേ. വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനും ഞങ്ങളെ ശല്യപ്പെടുത്തുന്ന തടസ്സമുണ്ടാക്കുന്ന എല്ലാ അരൂപികളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. ഈ വിദ്യാർത്ഥിനികളും ഈ കുടുംബങ്ങളും വംശങ്ങളും സമൂഹങ്ങളും ഇപ്പോൾ പരിശുദ്ധാത്മ ശക്തിയാൽ പൂരിതമാകട്ടെ. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഓ ദൈവമേ, ലോകമെമ്പാടും ഏക മനസ്സോടെ സജീവൻ ധ്യാന കേന്ദ്രത്തിന്റെ ഈ കൂട്ടായ്മയിൽ ഷാലോം ചാനലിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ഇപ്പോൾ ആത്മാവിനെ വർഷിക്കണമേ. കർത്താവേ, വാഗ്ദാനം പോലെ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ വർഷിക്കണമേ. നിറച്ചിടണേ കർത്താവേ, ദാഹത്തോടെ നിന്നാത്മാവാ നിറച്ചിടണേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ mighty anointing, mighty power. കരങ്ങൾ ഉയർത്തി. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ ആരാധന കർത്താവേ, ആരാധന കർത്താവേ. ഓ ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ അങ്ങ് അത്ഭുതകരമായി ഇടപെടണം കർത്താവേ. ഈ അധ്യയന വർഷത്തിൽ കുട്ടികൾ അനുഗ്രഹിക്കണമേ കർത്താവേ. പഠനത്തിൽ ഒരുപാട് പുറകോട്ട് പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കാൻ താല്പര്യമില്ലാത്തവർ, എത്ര പഠിച്ചാലും ഒന്നും ഓർമ്മ കിട്ടാത്തവർ, സ്കൂളിലേക്ക് പോകാൻ ഒരു ഉത്സാഹം തോന്നാത്തവർ, വലിയ അനുസരണക്കേടിൻ്റെയും
ദുർചിന്തയുടെയും അടിമകളായിരിക്കുന്നവര്, ആത്മഹത്യ പ്രവണതയുള്ളവര്, എതിർചിന്തയുള്ളവര്, പൈശാചികപ്പട അനുഭവിക്കുന്നവര്, പ്രാർത്ഥനയില്ലാത്തവര്, ദേവാലയത്തിലേക്ക് പോകാൻ പറ്റാത്തവര്, ദൈവഭക്തി നഷ്ടപ്പെട്ടവര്, എല്ലാ കുട്ടികളുടെ മേലും പരിശുദ്ധാത്മാവെ നിറയണമേ. ജ്ഞാനം നൽകണമേ പരിശുദ്ധാത്മാവേ, ബുദ്ധി നൽകണമേ പരിശുദ്ധാത്മാവേ, കൃപകൾ നൽകണമേ പരിശുദ്ധാത്മാവേ, വിനയം നൽകണമേ പരിശുദ്ധാത്മാവേ, ഐക്യം നൽകണമേ പരിശുദ്ധാത്മാവേ, കഠിനാധ്വാനശീലം നൽകണമേ പരിശുദ്ധാത്മാവേ, ദൈവഭക്തി നൽകണമേ പരിശുദ്ധാത്മാവേ, വചനം വായിക്കാൻ ദാഹം നൽകണമേ പരിശുദ്ധാത്മാവേ, ഗുരുബോധന്മാരെ സ്നേഹിക്കാൻ അനുഗ്രഹം നൽകണമേ പരിശുദ്ധാത്മാവേ. ഇരു കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ബുദ്ധിയെ സ്പർശിക്കണമേ. ജ്ഞാനം നിറയട്ടെ, ബുദ്ധി നിറയട്ടെ, ദൈവഭക്തി നിറയട്ടെ. ദൈവാത്മാവിന്റെ എല്ലാ വരങ്ങളും ദാനങ്ങളും കൃപകളും കൊണ്ട് ഇപ്പോൾ ഈ കുടുംബങ്ങൾ പൂരിതമാകട്ടെ. ആരാധന, 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 ആരാധന. നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. ജ്ഞാനം, ബുദ്ധി, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ, കർത്താവേ, ഇടപെടണമേ പരിശുദ്ധാത്മാവേ, സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ. സൗഖ്യം നൽകണമേ, നിറച്ചിടണമേ, നിറച്ചിടണേ, നിറച്ചിടണേ, ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 15-ാം തിരുലിഖിതം. കർത്താവേ, വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെയും വരും തലമുറകളെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ. ആരാധന, ആരാധന, ആരാധന. കർത്താവായ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. ബാലികാബാലന്മാരെ അനുഗ്രഹിക്കുന്നു. ഓരോ കുഞ്ഞിന്റെ മേലും ദൈവകൃപയുടെ ആത്മാവ് നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് കുട്ടികളെ ദൈവത്തിന്റെ അരികിലേക്ക് കൊണ്ടുവരുവിൻ എന്ന വിഷയത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതങ്ങളിൽ നമുക്കെല്ലാവർക്കും മാതൃകയായ 2 കുടുംബങ്ങളുണ്ട്. ഒന്ന് യൗസേപ്പിതാവും മാതാവും നേതൃത്വം കൊടുത്ത കുടുംബം, തിരുക്കുടുംബം. പിന്നെ ഒന്ന് സക്കറിയ പുരോഹിതനും എലിസബത്തും നേതൃത്വം കൊടുത്തിരുന്ന സ്നാപക യോഹന്നാന്റെ കുടുംബം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ കുടുംബങ്ങളിൽ നമ്മൾ കാണുന്ന പ്രത്യേകത എന്താണ്? ആ കുടുംബങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകത, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഇങ്ങനെയാണ്. അവിടെ വളർന്നിരുന്ന കുട്ടികൾ അവര് കൃപയിൽ വളരെ ശക്തന്മാരായി മാറി. വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് ആ ഭാഗങ്ങളെ കുറിച്ച് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 39-40 തിരുലിഖിതങ്ങൾ. കർത്താവിന്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലിയിലേക്ക് മടങ്ങി. ശിശു വളർന്നു, ജ്ഞാനം കൊണ്ട് നിറഞ്ഞ് ശക്തനായി. ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നു. വീണ്ടും അടുത്ത വചനം 41-42 തിരുലിഖിതങ്ങൾ. യേശുവിന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. ആ കുടുംബത്തിന്റെ ഒരു പതിവ്, ആ കുടുംബത്തിന്റെ ഒരു രീതി
ഇതാ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, അവർ നിയമം അനുസരിച്ച്, മോശയുടെ നിയമം അനുസരിച്ച് അവരുടെ കുടുംബം ദേവാലയത്തിലേക്ക് പോയിരുന്നു. അങ്ങനെ അപ്പന് നമുക്ക് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഈ കുട്ടിയെയും കൂടെ കൊണ്ടുപോയി. അങ്ങനെ കുട്ടിയെ ദേവാലയവുമായും ദൈവവചനമായും ദൈവിക കാര്യങ്ങളുമായും ബന്ധപ്പെടുത്തി കുട്ടിയെ അങ്ങനെ പരിശീലിച്ച് അങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ ആ കുടുംബത്തിൽ വളർന്ന ആ മാതാപിതാക്കളുടെ പരിരക്ഷയിൽ വളർന്ന ആ കുട്ടിയിലുണ്ടായ വ്യത്യാസത്തെക്കുറിച്ച്, ആ കുട്ടിയിലുണ്ടായ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. ശിശു വളർന്നു, ജ്ഞാനം കൊണ്ട് നിറഞ്ഞ് ശക്തനായി, ദൈവത്തിന്റെ കൃപ അവന്റെ മേലുണ്ടായിരുന്നു. ജ്ഞാനം കൊണ്ട് ശക്തനായ ഒരു ശിശു, കൃപ കൊണ്ട് ശക്തനായ ഒരു പൈതല് ആ കുടുംബത്തിൽ വളർന്നു വരികയാണ്. ഇതേ കാര്യം തന്നെയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 80-ാം വാക്യത്തിൽ സ്നാപക യോഹന്നാന്റെ കുടുംബത്തെ കുറിച്ച് പറയുന്നത്. സ്നാപക യോഹന്നാന്റെ കുടുംബത്തിന്റെ പ്രത്യേകത എന്താണ്? അപ്പൻ ഒരു പുരോഹിതൻ സക്കറിയ, അമ്മ എലിസബത്ത്, ഭയങ്കരമായ പ്രാർത്ഥനയുള്ള എലിസബത്ത്. ഈ അപ്പനും അമ്മയും ആ കുട്ടിയെ ദേവാലയത്തോട് ബന്ധപ്പെടുത്തി ആത്മീയ കാര്യങ്ങളോട് ടച്ചുള്ളവനായി വളർത്തി. 80-ാം വാക്യം പഠിപ്പിക്കുകയാണ്, ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു, ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു. പ്രാർത്ഥന, ഉപവാസം, ആത്മീയ കാര്യങ്ങളിൽ അവൻ ബലപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ കുട്ടികൾ അഭിമുഖീകരിക്കുമ്പോൾ നാം ചെയ്യേണ്ട ഒരു കാര്യം ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് എന്നോട് നിങ്ങളോട് ഉപദേശിക്കുന്നുണ്ട്. കുട്ടികളെ ആത്മീയ കാര്യങ്ങളോട് പരിചയമുള്ളവരായി ആത്മീയ കാര്യങ്ങളോട് ചേർത്ത് വളർത്തണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ് ഒരു വഴി ഉപദേശിക്കുകയാണ്. കുട്ടികളെ പ്രാർത്ഥനയോട് ചേർത്ത് വളർത്തണം, കുട്ടികളെ വിശുദ്ധ കൂദാശകളോട് ചേർത്ത് വളർത്തണം, ദേവാലയ കർമ്മങ്ങളോട് ചേർത്ത് ബന്ധപ്പെടുത്തി കുട്ടികളെ വളർത്തി പരിശീലിപ്പിച്ചെടുക്കണം. ദൈവവചനം പറഞ്ഞിട്ടുള്ള പ്രകാരം ദേവാലയത്തോടും ദൈവിക കാര്യങ്ങളോടും ദൈവഭക്തിയോടും സന്ധ്യാപ്രാർത്ഥനയോടും ദൈവവചനത്തോടും ധ്യാനത്തോടും ഇങ്ങനെയുള്ള ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കണം. അവർക്കൊരു രോഗം വന്നു, അവർക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു, സ്കൂളിൽ പോകാൻ താല്പര്യമുള്ള അവസ്ഥ വന്നു, നമ്മൾ എന്ത് ചെയ്യണം? അവരെ വലിയൊരു മുട്ടം വടിയെടുത്ത് ആഞ്ഞടിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, പ്രാർത്ഥനയിൽ വളർത്തണം, ദൈവത്തിൽ ആശ്രയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു കുടുംബത്തിന്റെ അനുഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർ ഈ അനുഭവം എഴുതുന്നത് ഇടുക്കിയിലുള്ള കുമളി എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ്. വളരെയധികം സന്തോഷത്തോടു കൂടെയാണ് ഈ ഒരു ടെസ്റ്റിമണി ദൈവജനത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നത്. ഞങ്ങളുടെ മകൻ ജോഷുവ സ്കൂളിൽ പോകാൻ വലിയ മടിയായിരുന്നു. 3 മാസം അവൻ കരഞ്ഞ് ബഹളം വെച്ച് കുടുംബം ഒരു യുദ്ധക്കളമാക്കി മാറ്റി. സ്കൂളിൽ പോകാൻ അവൻ മടി പറയും, ഞങ്ങൾ അവനെ നിർബന്ധിച്ച് അടിച്ചും ഒക്കെ കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ 3 മാസം സ്കൂളിൽ പോക ഒരു നരക പീഡയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞങ്ങൾക്ക് തോന്നിയത് ഇത് ദൈവം തന്നെ നേരെയാക്കണം. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ സ്ഥിര അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്നവരാണ്. ഒരു ദിവസം അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ വ്യക്തികളെല്ലാം സമർപ്പിച്ച് കരങ്ങൾ വിരിച്ചു പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ ഞങ്ങൾ കുട്ടിയെ കൊണ്ടുവന്ന് ഞങ്ങൾ കുട്ടിക്ക് വേണ്ടി 2 പേരും കരങ്ങൾ വിരിച്ചു പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയത്തെ, കുട്ടിയുടെ മേൽ ഒരു ദൈവിക ചൈതന്യം വ്യാപരിച്ചു. അവന് യാതൊരു മടിയും കൂടാതെ എന്നും സ്കൂളിൽ പോകാൻ തുടങ്ങി. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് സ്കൂളിൽ പോകുന്നത് അവനൊരു സന്തോഷമുള്ള കാര്യമായി രൂപാന്തരപ്പെട്ടു. ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ ദൈവസന്നിധി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത് കർത്താവിന് വളരെ പ്രിയപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഒരു കുഞ്ഞിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, രോഗിയായ ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതും അല്ലെങ്കിൽ പഠിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദുർസ്വഭാവിയായ ഒരു പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അവിടത്തേക്ക് വളരെ പ്രിയം നിറഞ്ഞ ഒരു പ്രാർത്ഥനയത്രേ. എന്നാൽ മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് മിഷ. ഞാൻ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പ് PG കോഴ്സിന് ചേർന്നു. ക്ലാസ് തുടങ്ങി 1 മാസം കഴിഞ്ഞാണ് ഡിഗ്രിയുടെ റിസൾട്ട് വന്നത്. അതിൽ ഒരു സബ്ജക്റ്റിന് ഫെയിലായി.
തുടർന്ന് എനിക്ക് PG ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. സബ്ജക്ട് റീവാലുവേഷന് കൊടുത്ത് ഞാൻ എൻ്റെ ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഒക്ടോബർ മാസം 16-ാം തീയതിയിലെ അഭിഷേകാഗ്നി ഷാലോം TV-യിൽ വന്നപ്പോൾ ഞാൻ ആ TV-യുടെ മുമ്പിലിരുന്ന് കണ്ണുനീരോടെ യേശുവിൻ്റെ ചൈതന്യം എൻ്റെ മേലും എൻ്റെ ജീവിതത്തിന് മേലും വ്യാപരിക്കാൻ പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വസിച്ചു എൻ്റെ ദൈവം ഇടപെടും. ഒക്ടോബർ മാസം 17-ാം തീയതി തിങ്കളാഴ്ച എൻ്റെ റീവാലുവേഷൻ റിസൾട്ട് വന്നു. ഞാൻ നല്ല മാർക്കോടെ പാസ്സായിരിക്കുന്നുവെന്നും എൻ്റെ PG കോഴ്സ് തുടരാൻ സാധിക്കുന്നുവെന്നുമാണ് ഞാൻ അന്ന് കണ്ടത്. എൻ്റെ കർത്താവിന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിദ്യാർത്ഥിനി തൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നു. ആ ദൈവഭാഗ്യത്തിൽ എന്ത് ചെയ്തു? കർത്താവിനോട് ഈ ഒരു ദുഃഖം പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ശക്തി വളരെ പെട്ടെന്ന് കുട്ടിക്ക് വേണ്ടി വ്യാപരിക്കാൻ തുടങ്ങി. ഇന്ന് ഈ അധ്യയന വർഷം ഈ കുട്ടികൾക്കെല്ലാം ശോഭനമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ദുർമാർഗത്തിലും ചീത്ത കൂട്ടുകെട്ടുകളിലും ആത്മാവ് നഷ്ടപ്പെട്ട അവസ്ഥ ജീവിക്കുന്ന മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കന്മാര് ഈ സമയം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കണം. പ്രിയ കുട്ടികളെ, ഈ സമയം നിങ്ങൾ കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു വലിയ അഭിഷേകം നിറയാൻ പോവുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ വിരിച്ചു പിടിച്ച് കുടുംബത്തിലെ എല്ലാ മക്കളെയും പ്രത്യേകം സമർപ്പിക്കുകയാണ്. വിദേശത്ത് പഠിക്കുന്ന മക്കള്, അന്യ സംസ്ഥാനങ്ങളിലേക്ക് പട്ടണങ്ങളിലേക്ക് പഠിക്കാൻ പോയിരിക്കുന്ന മക്കള്, ജോലിക്ക് പോയിരിക്കുന്നവര്, സ്കൂളിൽ പോകാൻ മടിയുള്ളവര്, LKG ചേർക്കാനായിട്ടിരിക്കുന്നവര്, ഈ വർഷം പുതുതായി സ്കൂളിലേക്ക് പോകുന്നവര്, എല്ലാ കുഞ്ഞുങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്തിന് സമർപ്പിക്കാൻ പോവുകയാണ്. ഓ ദൈവമേ, ഈ കുഞ്ഞുങ്ങളുടെ മേൽ സമുദ്രം ജലം കൊണ്ട് നിറയുന്നത് പോലെ ഈ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവമേ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുട്ടികളും മുതിർന്നവരും സ്തുതിക്കുന്നു, സമൂഹം ഒന്നിച്ച് സ്തുതിക്കുന്നു, കുടുംബം മുഴുവൻ കൈകൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ, നിന്നാത്മാവാ നിറച്ചിടണേ. കർത്താവേ, നിറച്ചിടണേ. മനസ്സ് തുറന്ന് ഉറക്കെ. കർത്താവേ, നിന്നാത്മാവാ അരുവിയേ, നിറച്ചിടണേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ ഹോളി സ്പിരിറ്റ് വിജ്ഞാനത്താ നിറച്ചിടണേ, നിറച്ചിടണേ. പ്രാർത്ഥിക്കുന്നു. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ mighty power. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, ഈ കുഞ്ഞുങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. പ്രത്യേക സൗഖ്യം ആവശ്യമുള്ള കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ നിറയണമേ പരിശുദ്ധാത്മാവേ. പഠിക്കാൻ ഒട്ടും കഴിവില്ലാത്ത കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ നിറയണമേ. ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ആരോഗ്യം നൽകണമേ, രോഗങ്ങളെ നീക്കണമേ. രോഗികളായ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാർ രോഗികളായ കുഞ്ഞുങ്ങൾ അരികിൽ തുടങ്ങി ആ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മേൽ നിറയണമേ. രോഗാധിപത്യങ്ങൾ വിട്ടുപോകട്ടെ, ദുർബുദ്ധിയുടെ സ്വഭാവങ്ങൾ വിട്ടുപോകട്ടെ, എല്ലാ തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുപോകട്ടെ, ക്ഷീണങ്ങൾ വിട്ടുപോകട്ടെ, അലസത വിട്ടുപോകട്ടെ. മാറി മാറി വരുന്ന രോഗത്തിന്റെ ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ കുട്ടികളിൽ നിന്നും വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. കൃപ നിറയട്ടെ, സൗഖ്യം നിറയട്ടെ, ആത്മാവ് നിറയട്ടെ, സമാധാനം നിറയട്ടെ, സ്നേഹം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു അധ്യയന വർഷത്തിൽ കർത്താവ് എല്ലാ കുട്ടികളെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കട്ടെ. ആമേൻ, 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 ആമേൻ. എത്ര പ്രശാന്തം ഉള്ളിൽ
വരുമ്പോൾ നാഥ എത്ര പ്രശാന്തം ഉള്ളിൻ്റെ ഉള്ളം നീ വരുമ്പോൾ നാഥ എത്ര മനോജ്ഞം എൻ്റെ ഈ ജന്മം നീ വന്നു ചേർന്നിടുമ്പോൾ ആനന്ദമേകിടുമ്പോൾ എത്ര പ്രശാന്തം ഉള്ളിൻ്റെ ഉള്ളം നീ വരുമ്പോൾ നാഥ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓരോ തരത്തിലുള്ള വേദനകൾ ഇരിക്കുന്നവർ തങ്ങളുടെ വേദനയുടെ നടുവിൽ എന്തു ചെയ്യണമെന്ന് കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: അനർത്ഥ കാലത്ത് അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും, അവൻ എന്നെ മഹത്വപ്പെടുത്തും. ഇപ്പോൾ എല്ലാ ദൈവമക്കളും താങ്കളുടെ ജീവിതത്തിൽ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച്, എൻ്റെ യേശുവേ എന്നെ സുഖപ്പെടുത്തണമേ, എൻ്റെ യേശുവേ ഇടപെടണമേ, കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, യേശുവേ, യേശുവേ, കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. ഈശോയെ, എൻ സ്നേഹമേ, യേശുവേ, ഈശോയേ, സൗഖ്യം നൽകണമേ. എല്ലാവരും ചേർന്ന് കൈകൾ ഉയർത്തി ഒരുമിച്ച് ഈശോ